ചെറിയ ചിത്രങ്ങൾ എന്നും നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പടം എന്താകുമെന്ന് അറിയില്ലാത്തത് കൊണ്ട് ആളുകൾ ഒരുപക്ഷെ അങ്ങനെ കയറാറില്ല. ഒരു ഇനീഷ്യൽ ഷോ നടക്കാതെ യാതൊരു കാരണവശാലും ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന സാധനം അതിന് കിട്ടാറുമില്ല. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ പടത്തിൻ്റെയും പ്രൊമോഷൻസ് കാണുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ചിലതിൽ തള്ളായിരിക്കും, ചിലതിൽ കാര്യമായിരിക്കും. അപ്പോൾ കാര്യപ്രസക്തമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന പടങ്ങൾക്കും ഫേക്കായിട്ട് ചെയ്യുന്ന സംഭവത്തിനും ഒരു വ്യത്യാസവും ഒരുപക്ഷെ ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ചില നല്ല പടങ്ങൾ അങ്ങനെ തിയേറ്ററിൽ കളിക്കാതെ പോയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 ആഴ്ച മുമ്പ് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചൊരു ചിത്രമായിരുന്നു രാമേന്ദ്രൻ, CID രാമേന്ദ്രൻ റിട്ടയർഡ് SI എന്ന് പറഞ്ഞൊരു പടം. അത് ഞാൻ കാണാനായിട്ട് മൂവാറ്റുപുഴ പോയി. തിയേറ്ററിൽ ഷോ ഓടിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 2ാമത്തെ ദിവസം പോയി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓടുന്നതേ ഇല്ല, ആരുമില്ല, ആളില്ല. അപ്പോൾ വരുമ്പോൾ തന്നെ സാധ്യതയില്ല എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞ് തിയേറ്ററുകാർക്ക് അത് കളിക്കണം എന്നുള്ളൊരു താല്പര്യം നമ്മുടെ അത്ര പോലും ഇല്ല എന്നുള്ള രീതി നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ എടപ്പള്ളി, ഇപ്പം വനിതാ വിനീത തിയേറ്റേഴ്സിനെ കുറിച്ചൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആളുകളുടെ ഒരു ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പടം ഓടിയിട്ടുണ്ട്. ഏത് പടത്തിന് ഞാൻ പോയാലും ആ ഒരു പടം ഓടിയിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് ഐ ലൈക്ക് ദാറ്റ് തിയേറ്റർ. ആ തിയേറ്റർ എനിക്കിഷ്ടമാണ്. കാരണം ചെറിയ പടങ്ങളാണെന്നുണ്ടെങ്കിലും അത് ഓടിക്കാനായിട്ടുള്ള അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ എളിയ ശ്രമങ്ങൾക്ക് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഷാജൻ ചേട്ടൻ്റെ ഒരു പ്രകടന മികവ് കൊണ്ടും അതിൻ്റെ എഴുത്ത് കൊണ്ടും അതിൻ്റെ BGM കൊണ്ടും എല്ലാം തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കൊച്ചു സിനിമയായിരുന്നു ഈ CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന് പറയുന്ന പടം. അത് തിയേറ്ററിൽ പോയി ഇവിടെ അല്ലെങ്കിൽ ഓടിയിരുന്നെങ്കിൽ, ഒരു പക്ഷേ 2 ഷോ ഓടിയിരുന്നെങ്കിൽ തുടർന്ന് ആളുകൾ കയറാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു പടം തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെയുള്ള സാഹചര്യമാണ് ഈ ഗോളം എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിനുള്ളത്. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈഫ് അഭിനയിച്ചിട്ടുണ്ട്, പറ്റിയ കാണണം എന്നും പറഞ്ഞുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എന്തായാലും കാണും, നമ്മൾ എല്ലാത്തിനും തലവെക്കുന്നതാണ്, അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും കാണും എന്ന് പറയുന്നു. അപ്പോൾ ഒരു പ്രമുഖമായൊരു നിര അഭിനയിക്കുന്നില്ല എന്നുള്ള രീതിക്കാണ് അന്ന് നമ്മൾ ഇരുന്നത്. പക്ഷേ പടം കാണുമ്പോൾ അതിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആളുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കൽബ് എന്ന് പറയുന്ന ചിത്രത്തിലെ നായകനാണ് ഇതിൽ പോലീസ് വേഷം കൈകാര്യം ചെയ്യുന്നത്. ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തു വച്ചിരിക്കുന്ന ഒരു ത്രില്ലറാണ്. അതിൽ സണ്ണി വെയിനും അതേപോലെ തന്നെ നമ്മുടെ ദിലീഷ് പോത്തൻ പറയാതിരിക്കാൻ പറ്റില്ല, മൂപ്പരും എല്ലാവരും തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് ചിന്നുവിൻ്റെ പ്രകടനങ്ങളും അതേപോലെ തന്നെ നമ്മളുടെ വീഡിയോസിലൂടെയും ഷോർട്സിലൂടെയൊക്കെ നമുക്ക് പരിചയമുള്ള കാർത്തിക്, മൂപ്പരൊക്കെ ഉള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പം ഈ ഒരു 2 തരത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ ലൈൻ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒന്ന്, തീർച്ചയായിട്ടും ഇതിനൊരു 2ാം ഭാഗം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 എത്തി നിൽക്കുകയാണ്, ഇനി അവിടെ നിന്ന് എങ്ങോട്ടേക്ക് എന്നുള്ളത്. അതായത് ആദ്യ ഭാഗത്ത് നമുക്കുള്ളൊരു സസ്പെൻസിന് ഉത്തരം തന്നിട്ടുണ്ട്. 2ാം ഭാഗത്തേക്കും അതിന് കഥയ്ക്ക് നീളാനുള്ള വകുപ്പും സ്കോപ്പും എല്ലാം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു 2ാം ഭാഗം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഗോളം എന്ന ചിത്രത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സംജത് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധായകനെ കൂടി മലയാള സിനിമയിൽ, സംവിധായകനാണ് അദ്ദേഹം തന്നെ, എഴുത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പം അത്ര മനോഹരമായ ഒരു പടമാണ്. എന്ന് വെച്ചാൽ ഒരു കൊച്ചു ചിത്രമാണ്, 2 മണിക്കൂർ കൃത്യമാണ്. അത് നമ്മൾ എന്താ പറയുക, ഒരു പക്ക ത്രില്ലർ എന്നുള്ള രീതിയിൽ ഇരുന്ന് കാണുന്ന തരത്തിലാണ്. അതായത് ആ ഇൻവെസ്റ്റിഗേഷൻ പാറ്റേൺ പോകുന്നത് ഒരു നിസ്സാരമായൊരു ചെറിയ പ്ലോട്ടാണ്. അതായത് ഒരു ഓഫീസിൽ വെച്ചിട്ട് അടഞ്ഞു കിടക്കുന്ന ബാത്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ അകത്ത് ഒരാൾ മരണപ്പെടുന്നു. അത് കൊലപാതകമാണോ അതോ അല്ലാതെ കാൽ വഴുതി വീണ് തലയടിച്ച് വീണ് മരിച്ചതാണോ, ഇങ്ങനെയുള്ള രീതിക്ക് തുടങ്ങുന്ന ഒരു അന്വേഷണം. അത് എത്തി നിൽക്കുന്ന മറ്റൊരു ഘട്ടം, ആ ഓഫീസിൽ ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ, ഓഫീസിലുള്ള ആരെങ്കിലും ആണോ അതോ പുറമേയുള്ള എന്തെങ്കിലും ഒരു സംഭവമാണോ, എങ്ങനെയാണത് മരണം സംഭവിച്ചിട്ടുള്ളത്, അതിലേക്കുള്ള അന്വേഷണം, ആ അന്വേഷണത്തിലൂടെ ചുരുളഴിയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ ചിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നായകനായിട്ട് വരുന്ന ആൾ ആ പോലീസ് ഓഫീസർ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അയാളുടെ ഒരു ബെറ്റർ പെർഫോമൻസ് ആണ്. ബാക്കിയുള്ള ചിത്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, മൈക്ക് വെച്ച് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൽബ് വെച്ച് നോക്കുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ആളെന്ന് നന്നായി വരുന്ന ഒരു ഫീൽ, അതങ്ങനെയാണല്ലോ. അപ്പം അത് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇച്ചിരി ഒരു റേറ്റഡ് ആയിട്ടുള്ള വേറൊരു നായകൻ വന്നിരുന്നു എങ്കിൽ കുറേ കൂടെ ഇനീഷ്യൽ പുള്ള് ഈ പടത്തിന് കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിലെ കഥ തന്നെയാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ആ ക്യാരക്ടേഴ്സിലുപരി ഇങ്ങനെ ഒരു കഥ തന്നെയാണ് അതിനകത്ത് മെയിനായിട്ടുള്ളത് കൊണ്ട്
ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഒരു പ്രമുഖ താരങ്ങളെ ഒഴിവാക്കിയിട്ട് ഈ യുവനിരയെ വെച്ചിട്ട് എടുത്തിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇതിൻ്റെ എല്ലാ മേഖലകളും നമ്മൾ കയറി ഒരു ഇനീഷ്യൽ BGM, ഒരു ഇനീഷ്യൽ ഷോട്ട്സ് എല്ലാം കാണുമ്പോൾ തന്നെ നമുക്കിതൊരു പുതുമുഖമാണ് സംവിധാനം ചെയ്തിരിക്കുന്നതെന്ന് തോന്നൂല. കാരണം അത്ര നല്ല രീതിക്കാണ് എഴുതി എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ BGM, പ്രകടനങ്ങൾ എല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും കാണാവുന്ന ഒരു ചിത്രമാണ്. ഇതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സിനിമയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ ഭാവിയിൽ നല്ല കൊച്ചു ചിത്രങ്ങൾ വരുമ്പോൾ കാണുവാനായിട്ട് തിയേറ്ററിൽ ആളുകൾ ഉണ്ടാവില്ല, എടുക്കാൻ തിയേറ്ററുകാർക്ക് ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും വിജയിപ്പിക്കേണ്ട ഒരു ചിത്രം എന്ന നിലയ്ക്ക് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നിങ്ങളും കൂടെ കൂടിയിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഞാൻ പറയുന്ന സംഭവം ശരിയാണോ എന്നുള്ളത്. 2 മണിക്കൂറേ ഉള്ളൂ. ആ 2 മണിക്കൂറും നമ്മളിരിക്കും. കാരണം ഒരു ഇൻവെസ്റ്റിഗേഷൻ, രണ്ടാമത് അത് എങ്ങനെയാണ് അതിൻ്റെ എക്സിക്യൂഷൻ ലൈനിലേക്കൊക്കെ പോകുന്നതെന്നൊക്കെ വളരെ വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു ചിത്രമാണ്. ഈ ആഴ്ച എനിക്ക് ഇറങ്ങിയതിനകത്ത് തോന്നുന്നത്, ഈ ആഴ്ച നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, റിലീസുകളടക്കം. ഇപ്പോൾ ഇന്ത്യൻ 4K അറ്റ്മോസിലേക്ക് വന്നിട്ടുള്ള പ്രിൻ്റ് ഇറങ്ങിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒന്നും നമ്മൾ റിവ്യൂ ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി അത്രയും വിജയിച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ അത് നമുക്ക് വന്നിട്ടുണ്ട്. അതുകൂടാതെ ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചിത്രം വന്നിട്ടുണ്ട്. അതെന്തോ എനിക്കത്ര ദഹിച്ചില്ല. അപ്പോൾ ഞാൻ ഈ കണ്ടതിലെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ റാങ്കിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ആദ്യത്തെ റാങ്കിലേക്ക് സജസ്റ്റ് ചെയ്യുക. ഏതൊരാളോടും സജസ്റ്റ് ചെയ്യുക. കാരണം അങ്ങനെയും നമ്മൾ ആ പടം കൊണ്ടുപോകുന്നുണ്ട്. കാര്യങ്ങൾ പറയാനുണ്ട്. പ്രകടനങ്ങൾ പറഞ്ഞപ്പോൾ നമ്മളൊരാളുടെ കാര്യം വിട്ടുപോയിട്ടുണ്ട്. വേറെ ആരുടെയല്ല, സിദ്ദിഖാടെയാണ്. മൂപ്പര് അത്ര ഗംഭീരമായിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാവും. ആ റോളിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽസ് ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം ഇതിനകത്ത് നമ്മൾ കഥയുടെ ഏത് ഭാഗത്ത് ടച്ച് ചെയ്താലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു സാധനം സസ്പെൻസ് പുറത്തു വരും എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. പക്ഷേ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം നിങ്ങളും അഭിപ്രായം രേഖപ്പെടുത്താനായിട്ട് പറയുകയാണ്.